Good morning, all. Morning. എല്ലാവരും ടെർമിനോളജി പഠിച്ച് ശരിയായിട്ടിരിക്കുകയാണോ? ഓക്കെ, നമുക്ക് നമ്മളുടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മളത് അല്ലെ പറഞ്ഞു നിർത്തിയേക്കുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ. അപ്പോ അവരെ മറന്നുപോയെന്നറിയില്ല. PDF ഒന്ന് എടുക്കുക നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ. എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലെ? ഞാൻ തുടങ്ങിക്കോട്ടെ ക്ലാസ്? എല്ലാവരും എടുത്തോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിർത്തിയത്. അപ്പോ എന്താണ് നമ്മളുടെ പുതിയ ചാപ്റ്ററായ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു. സ്റ്റാർട്ടിങ് പ്രോസസ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? സ്റ്റാർട്ടിങ് പ്രോസസ്സ് വരെയല്ലേ ഞാൻ പറഞ്ഞു നിർത്തിയത്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എല്ലാവരും മറന്നുപോയോ? സ്റ്റാഫിംഗ് പ്രോസസ്സ് വരെയല്ലേ ഞാൻ പറഞ്ഞു നിർത്തിയത്? അപ്പൊ അതില് നമ്മള് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റാഫിംഗ് പ്രോസസ്സ് ചാപ്റ്റർ നമ്പർ ഇതില് ചാപ്റ്റർ നമ്പർ 2 ആണ്. നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ചാപ്റ്റർ 17 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തരുന്ന ചാപ്റ്റേഴ്സിന്റെ ഇതാണത്. നിങ്ങൾ ആ പേര് നെയിം നോക്കിയാൽ മതി. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആരോ പറയുന്നുണ്ട് 17 ആണ്. 17ാമത്തെ ചാപ്റ്റർ ആണ്. എല്ലാവരും എടുക്കുക. അപ്പൊ അതില് നമ്മൾ എന്താണ് സ്റ്റാഫിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം എന്താണ് നഴ്സിംഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? ഹോസ്പിറ്റലിൽ നടന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് എന്താണ് നഴ്സുമാരുടെ അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഈ കാലഘട്ടത്തില് അല്ലെ കൂടുതലായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നഴ്സിംഗ്. ഓരോ ഹോസ്പിറ്റലിലും ഇത്രത്തോളം നഴ്സിംഗ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിങ്ങും പ്രോസസ് ഒക്കെയാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് നമ്മള് ആപ്ലിക്കേഷൻ, അപ്പൊ അതിൽ നമ്മൾ കണ്ടു എന്താണ് നമ്മൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും സൂട്ടായ എത്രത്തോളം പേഴ്സണെയാണോ ഹോസ്പിറ്റൽ അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്ന് വിലയിരുത്തിയിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്നുള്ളത് നമ്മൾ അതുവരെ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. അപ്പൊ നമ്മൾ ഇനി തുടങ്ങാനുള്ളത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. നമുക്കറിയാം ചില ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇന്നോവേറ്റഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ചില സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ എല്ലാ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലില് എത്തരത്തിലുള്ള നഴ്സുമാരുടെ ആവശ്യകതയാണ് ഉള്ളത് അത്തരത്തിലുള്ള വ്യക്തികളെ മാത്രമേ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. അത് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻസ് ആണ് അതിൽ വരുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സെപ്പറേറ്റ് ഓക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ ഓക്കെ അപ്പൊ എന്താന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? ഒന്നുകൂടി പറയാം. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡ് ചെയ്തു. ഓരോ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണോ അതായത് അത്തരത്തിലുള്ള സ്റ്റാഫുകളുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പൊ നൂതന മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഹോസ്പിറ്റൽ സർവീസ് ആണ് നടത്തുന്നതെങ്കിൽ ആ നഴ്സുമാർക്ക് അതുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കും അവിടെ അവര് സെലക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ
that consists of many independent actions. അതിന് പ്രത്യേകം ഇൻഡിപെൻഡന്റ്, അതായത് അതുമായി ഡിപ്പെൻഡ് ചെയ്ത കുറെ ആക്ഷൻസിന്റെ ബേസിലാണ് ഈ സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് ദി എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. അതായത് ഇപ്പൊ ഒരുപാട് ചിലപ്പോ പേഷ്യൻസിന്റെ അനുസരിച്ചുള്ള ഒരുപാട് നഴ്സുമാരുടെ ചിലപ്പോൾ ആവശ്യകതയുണ്ടാവും. ഇപ്പൊ മെഷീൻ ബേസ്ഡ് ഒക്കെ ആയതുകൊണ്ട് ആ പേഷ്യൻസ് എത്രത്തോളം ഉണ്ട്, അവരെ കെയർ ചെയ്യാൻ എത്രത്തോളം സ്റ്റാഫിന് ആവശ്യമുണ്ട്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം ക്രമീകരിച്ചിട്ടാണ് നഴ്സുമാരുടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ. എത്രത്തോളം വ്യക്തികൾ നഴ്സിംഗ് സുരക്ഷ കൊടുക്കേണ്ടതുണ്ട്, അത് റിക്വയർഡ് ബൈ ദ പേഷ്യൻസ്, അതായത് പേഷ്യൻസിന് എത്രത്തോളം നഴ്സിന്റെ ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നഴ്സുമാരെ അവരെ എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്നു സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. എന്നിട്ട് ആണ് എന്താണ് സെലക്ഷൻ നടത്തുന്നത്. അതായത് ഇത്രത്തോളം നഴ്സുമാരെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാം, ഇത്രത്തോളം ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതെല്ലാം നോക്കിയിട്ടാണ് അവരിൽ നിന്ന് ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് ആരെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കേണ്ടത് എന്നാണ് എന്താണ് ഈ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് എന്നുള്ള ബേസില് രണ്ട് രീതിയിലാണ് അവർ പറയുന്നത്. ആദ്യം തന്നെ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട്, അവർക്ക് എത്രത്തോളം സ്റ്റാഫ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദെൻ സെക്കൻഡ് അവർക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് എത്രത്തോളം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, അവരിൽ നിന്നും അവരെ എന്താണ് എത്രത്തോളം നഴ്സിനെ സെലക്ട് ചെയ്യാമോ അവരെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് കാര്യമാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. Then next പറയുന്നത് aim of a nursing administration contract on a 3 basic elements. അതായത് നമ്മൾക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ കോൺട്രാക്ടിൽ 3 പ്രധാനപ്പെട്ട ബേസിക് എലമെന്റ്സ്, പ്രധാനപ്പെട്ട വസ്തുതകളാണ് അവർ ലക്ഷ്യമിടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യമിടുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. ആദ്യം തന്നെ അവർ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. എവിടെയും നമ്മൾ അങ്ങനെയാണല്ലോ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ആണ് അവര് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത്. Then a structured but flexible stimulating environment with job satisfaction as well as a chance to develop their knowledge and skills. അതായത് നമുക്ക് അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ജോബ് ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് വളരെയധികം ജോലിയെ ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബിന്റെ ഒരു സംതൃപ്തി, ജോലി ചെയ്യുന്നതോടുള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ നമ്മൾ ചേഞ്ചിങ് വരുത്തുന്ന തരത്തിലുള്ള സ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ ഘടനയാണ് അവർക്കുള്ളത്. ഇത് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബിന്റെ ആ ഒരു സംതൃപ്തി അവർക്ക് വേണം താരം. as well as a chance to develop their knowledge and skill. അതോടൊപ്പം തന്നെ എന്താണ് നോളജ് അല്ലെ, അറിവും അതേപോലെ തന്നെ കഴിവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൂടെയാണ് അവരുടെ മേഖല ആ എലമെന്റ്സ് ആണ് പ്രാധാന്യം കൊടുത്തിട്ടാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് വൺ പറയുന്നു നഴ്സിംഗിന്റെ നല്ല നഴ്സിംഗ് കെയർ സർവീസ് ആണ് അവർ ആദ്യം തന്നെ എയിം ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. രണ്ടാമത് പറയുന്നത് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ്, അതായത് അവർക്ക് ഇതിനോട് സംതൃപ്തമായിട്ട് ജോലി ചെയ്യാനായിട്ട് തോന്നുകയും വേണം. ഒപ്പം നിന്ന് എന്താണ് ഇവരുടെ നോളജും സ്കില്ലും ഒക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മൈൻഡിലൂടെയാണ് ഈ ഒരു എലമെന്റ് കൂടിയും അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡിൽ എന്താ പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ് ഫോഴ്സിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ഇൻ ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ മാനർ. അതായത് അവർക്ക് ഒരു ഫ്ലെക്സിബിൾ മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മിതമായ ഒരു രീതി എന്ന് പറയുന്നത്, മിതമായ ഒരു മാനറിലായിരിക്കണം മാനേജ്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഭരണം, അതായത് സ്റ്റാഫിങ്ങുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഈ മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്, അത് കാര്യക്ഷമമായിട്ടും അല്ലെങ്കിൽ എന്താ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ടും നഴ്സിംഗിനെ പാറ്റേൺ ചെയ്യുന്നത് സുരക്ഷിതമായ എന്താ പറയുക സുരക്ഷ, നഴ്സിംഗിന്റെ ആ എന്താ പറയുക ജോലി, അവർക്ക് ആരോഗ്യ സംരക്ഷണം എന്നുള്ള ജോലി ചെയ്യുമ്പോൾ സംതൃപ്തി ഉണ്ടാവണം, നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു സാധാരണ നല്ല രീതിയിലുള്ള മാനറാണ് മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ 3 കാര്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ
സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. അത് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് നഴ്സിംഗ് കെയർ സർവീസ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ അവരുടെ കഴിവുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം. ദെൻ മാനേജ്മെന്റ് ആണെങ്കിൽ നല്ലൊരു മിതമായ വിധത്തിലുള്ള അവരോടും എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ ശാന്തമായ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് കൂടിയാണ് ഇവരുടെ ഈ എലമെന്റ്സിൽ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ഇതെന്താ ശരിക്കും മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നഴ്സിംഗിന്റെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നഴ്സുമാരുടെ കുറെ അപ്പോയിന്റ്മെന്റ്സും പിന്നെ അവര് ഏതൊക്കെ തരത്തിലുള്ള നമുക്കറിയാലേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹെഡ് നഴ്സ് ഉണ്ടാവും, സൂപ്പർവൈസേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, ചിലപ്പോൾ വെറുതെ സ്റ്റാഫ് നഴ്സുമാരുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നഴ്സുമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചതിന് ശേഷം അവർ ഏതൊക്കെ തരത്തിലുള്ള നഴ്സുമാരാണ് എന്നുള്ളത് മൊത്തത്തില് ആ ഒരു നേഴ്സ് എന്നുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിൽ നെക്സ്റ്റ് ഇതിലെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്, എന്താണ് പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് ചോദിക്കുകയാണ്. സ്റ്റാഫിംഗില് എന്താണ് പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് ചോദിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എ നഴ്സിംഗ് സ്റ്റാഫ്. നമുക്കറിയാൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം നഴ്സുമാരുടെ ക്വാളിറ്റിയും, അതായത് എത്രത്തോളം നഴ്സുമാർ അവർക്ക് അറിയാമല്ലോ, ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവർക്ക് സാലറി കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ എത്രത്തോളം ക്വാണ്ടിറ്റി ലഭിക്കാമോ എന്ന് അത്രത്തോളം വ്യക്തികൾക്ക് ഓവർലോഡ് കൂടാൻ എന്താ പറയുക പാടില്ല. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുകയും വേണം, എന്നാൽ ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടീസ് വലിയ പ്രശ്നമില്ലാതെ നടക്കുകയും വേണം, എന്നാൽ അവർക്ക് എന്താ പറയുക നമ്മുടെ ഫിനാൻഷ്യലി വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് എന്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. It depends on the suitable education training given to the nursing staff for the kind of services they are being made ready for. അതായത് ഇവര് എങ്ങനെയെല്ലാം എന്താ പറയുക നഴ്സുമാരെ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് അവരെന്താണ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെ, നല്ല രീതിയിലുള്ള പഠനത്തോട് കൂടിയിട്ട് ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കും. ഒപ്പം തന്നെ എന്താണ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി, എന്ത് ചെയ്യാനും എന്ത് ഹോസ്പിറ്റലിൽ എന്ത് ഡ്യൂട്ടി വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് എബിളാക്കി നിർത്തുന്ന രീതിയിലേക്ക് ആക്കി സ്റ്റാഫിനെ മാറ്റുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ യൂട്ടിലൈസേഷൻ എന്താണ് അതിന്റെ ഉപയോഗം എന്ന് ഉദ്ദേശിക്കുന്നത്. The nursing staff must be allotted work in such a way that the knowledge, skill acquired are best used for the purpose they were imparted or trained. അതായത് ഇതിൽ എന്താ പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ നഴ്സുമാരെ അലോട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് നല്ല നോളജ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലേ ചില ഓപ്പറേഷന് വിധേയമാകുന്ന കാര്യത്തിൽ ചില നഴ്സുമാർക്ക് അത് അറിയില്ല, അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ്സിനോട് കൂടിയിട്ട് നഴ്സുമാരുടെ സപ്പോർട്ട് ആവശ്യം വരുമ്പോൾ അവർക്ക് അത് അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉപഭോഗത്തിലാക്കുക എന്നുള്ളത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ വർക്കുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് the nursing staff must allot work in such a way that the knowledge, skill acquired are best used for the purpose they were imparted or trained. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് കൂടിയിട്ട് അതിന് നല്ല ഒരു ട്രെയിനിങ് ഇമ്പാർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുന്നു എന്നതാണ്. അവർക്ക് നല്ലൊരു ട്രെയിനിങ് അതിന് വേണ്ടിയിട്ട് പകർന്ന് കൊടുത്തിരിക്കുക എന്നതാണ് ഇവരുടെ നെക്സ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. സ്റ്റാഫിന്റെ സെലക്ഷൻ അതോടൊപ്പം തന്നെ അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. Then the system of staffing. ആദ്യം ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നെങ്കിലും താഴേക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാത്ത ഒരു മാറ്ററാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് എന്താണ്, സ്റ്റാഫിങ്ങിന് ശേഷം സെലക്ഷൻ, അവരുടെ ട്രെയിനിങ്, അങ്ങനെയുള്ള രീതിയിലാണ് അത് വിവരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എന്താ താഴേക്ക് നോക്കാം. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ recognize the nursing care hours needed to care for a patient for a day or for a shift. നമുക്കറിയാതെ ഒരു ഈ സംവിധാനം നമ്മുടെ സ്റ്റാഫിന്റെ സംവിധാനം അവർക്ക് ഡേ ഡ്യൂട്ടി ഉണ്ടാവും, ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ അതിനനുസരിച്ച് പ്രാപ്തമാക്കേണ്ട ഒരവസ്ഥയും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫിംഗ് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതും കൂടിയുണ്ട്. റെക്കഗ്നൈസിംഗ് ദ നഴ്സിംഗ് കെയർ ഹവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ്. അപ്പൊ ഒരു ദിവസത്തില് ഇത്ര മണിക്കൂർ ഇത്ര അവേഴ്സ് ആ വ്യക്തിയുടെ ആ പേഷ്യന്റിനെ നോക്കേണ്ട ഒരു കാര്യം റെക്കഗ്നൈസ് അവര് അതിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അല്ലെ, നിശ്ചയിക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്.
Staffing relies on a capacity of a hospital, standards provided, number of beds and different treatment services. ഈ സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ ഇതിനെ അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന നഴ്സിന് ഇത്ര ഈ ഡേയില് ഇത്ര ടൈമില് ഒരു ഇത്രയും പേഷ്യൻസിനൊക്കെ നോക്കണം എന്നുള്ളത് നിശ്ചയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം അല്ലെ. സ്റ്റാഫ് അവർക്ക് എത്ര ഹോസ്പിറ്റലില് എത്രത്തോളം കാര്യങ്ങൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടോ, മാനദണ്ഡങ്ങളുണ്ടാവും. ഇത്ര പേഷ്യൻസിനെ നോക്കണം എന്നുള്ള കുറെ അതാണ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡഡ് എന്ന് പറയുന്നത്. മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. നമ്പർ ഓഫ് ബെഡ്സ്, ഇത്ര ബെഡ്സിലുള്ള വ്യക്തികളെ ഈ സ്റ്റാഫാണ് നോക്കേണ്ടത്, ഇത്ര മണിക്കൂറിൽ അല്ലെങ്കിൽ ഇത്ര ഷിഫ്റ്റ്, ഈ ഷിഫ്റ്റിന്റെ ടൈമില് അങ്ങനെ നോക്കണം എന്നൊക്കെ എല്ലാം നേരത്തെ കൂട്ടി ഒരു നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിന്റെ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്, അതോടൊപ്പം തന്നെ ഈ വ്യക്തികൾക്ക് അല്ലെ ഓരോ ബെഡിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ചില ട്രീറ്റ്മെന്റുകളുടെ ആവശ്യകതയാണ് ഉണ്ടാവുക. അപ്പൊ അവർ ചിലർക്ക് എന്താ പറയുക ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതുണ്ടാവും, ചിലർക്ക് ഓറലി സപ്പോർട്ടായിരിക്കും, ചിലർക്ക് എന്താ ഫിസിയോതെറാപ്പി പോലത്തെ സംഭവമായിരിക്കും. അപ്പൊ അവരുടെ ആ ഡ്യൂട്ടിക്ക് അനുസരിച്ച് നഴ്സുമാർ ഏബിൾ ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കണം അവിടെ ഈ ഷിഫ്റ്റില് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പൊ അതെല്ലാം ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്, അതാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ ഉദ്ദേശിക്കുന്നത്. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. അതായത് എത്ര പേഷ്യൻസിനെ നോക്കുക എന്നുള്ളതല്ല. നമുക്കറിയാലോ ചില പേഷ്യൻസിന് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, അതേസമയം ചില പേഷ്യൻസിന്റെ കൂടെ എന്താ പറയാ രാവിലെ മുതൽ വൈകുന്നേരം മുതൽ വരെ കെയർ ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ നമ്പർ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിൽ നോക്കേണ്ടത്. എന്താണ് ആക്ച്വലി ഇതിൽ അതാണ് പറയുന്നത്. In anticipating nursing workload, a manager must calculate not only the total number of patients, പേഷ്യൻസിന്റെ നമ്പർ അല്ല അവിടെ നോക്കേണ്ടത് to be cared for, but also the proportion in each category. ഏത് കാറ്റഗറിയിലുള്ള വ്യക്തികളാണ് ഈ പേഷ്യൻസ് എന്നാണ് നോക്കേണ്ടത്. അതായത് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് സെൽഫ് കെയർ, മിനിമം കെയർ, ഫുൾ കെയർ, ഇന്റൻസീവ് കെയർ അല്ലെ. പേഷ്യൻസ് പലതരത്തിലുണ്ട്. സാധാരണ അവരവര് വലിയ പ്രശ്നമില്ലാത്ത സ്വമേധയെ ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം. മിനിമം കെയർ, ചെറിയൊരു കെയർ കൊടുക്കേണ്ടവരുണ്ടാവും. ചിലപ്പോ ഫുൾ കെയർ അല്ലെ, അവരുടെ A to Z വരെ നമ്മൾ കെയർ ആയിട്ട് ഇരിക്കണം. അവര് ചിലപ്പോൾ മോണിറ്ററിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ മോണിറ്ററിംഗ് സംവിധാനമൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതൊക്കെ ഉണ്ടാവും. ചില പേഷ്യൻസ് എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവരെ ഷിഫ്റ്റ് ഡ്യൂട്ടികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും നേരത്തെ പറഞ്ഞ മാതിരി ഒരു പേഴ്സണ് ഒരു ദിവസത്തിന് ഇത്ര മണിക്കൂർ എന്നുള്ള കാൽക്കുലേഷനിലേക്ക് വരുന്നത് ഇവരുടെ ഈ കാറ്റഗറിയും കൂടി ബേസ് ചെയ്തിട്ടാന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് കെയർ നീഡഡ് ഡിഫറെന്റ് ഫ്രം കാറ്റഗറി ടു അനദർ. നമുക്കറിയില്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കെയർ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ് അല്ലെ. ഓരോ വ്യക്തികളുടെയും ആ അവസ്ഥ, രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വ്യത്യസ്തമാണ് എന്നുള്ളത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എടുത്തത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കി. ഞാൻ ഒന്നിച്ച് പോയിട്ടാണ് സാധാരണ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാറ്. ഇത്തിരി നമുക്ക് സ്പീഡിൽ പോവേണ്ടതുണ്ട്. പിന്നെ എന്താ പറയണ ഈ പാറ്റേണിലേക്ക് എത്തേണ്ടതും കൂടിയുണ്ട്. നമ്മൾക്ക് താഴേക്ക് വരുമ്പോൾ വീണ്ടും ആ പാറ്റേണിലേക്ക് എത്തുള്ളൂ. അതായത് ഫസ്റ്റ് വരുമ്പോൾ ഇത് എന്താണോ ഉദ്ദേശിക്കണേന്നുള്ള ആ ഒരു മീനിങ്ങിലേക്ക് എത്തൂല. പക്ഷെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താണോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും. എയിം ഓഫ് നഴ്സിംഗ് B&C ഒന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, നഴ്സിംഗിന്റെ എയിം നോക്കാം. എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷ്യങ്ങൾ അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങളിൽ പറയുന്ന Bയും C ആണ്. അത് ബേസിക് എലമെന്റ് ആയിട്ട് തന്നെയാണ് അവർ പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് സവിശേഷമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ട്രക്ചർ ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. നമ്മുടെ ജോബിന്റെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. ഒപ്പം തന്നെ എന്താണ് ഈ സ്റ്റാഫുകൾക്ക്, ഈ എന്താ പറയാ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ നോളജ്, അവരുടെ അറിവും അതേപോലെ തന്നെ കഴിവും അത് ഡെവലപ്പ് ചെയ്യുകയും വേണം. അതായത് വളർത്തിക്കൊണ്ട് വരികയും വേണം. ഇപ്പൊ ഒരു മിനിമം നമുക്കറിയാമല്ലോ, ഇഷ്ടംപോലെ നഴ്സിംഗ് സെന്ററുകളുണ്ട്. ഇഷ്ടംപോലെ നഴ്സിംഗ് സെന്ററുകൾ പഠിച്ച് ഇറങ്ങി വരുന്നവരാണ് എന്ത് സ്റ്റാഫുമാർ. അപ്പൊ ഈ സ്റ്റാഫുമാരെ ഏബിൾ ആക്കി മാറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും ട്രെയിൻഡ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവരിൽ നിന്ന് എന്താ പറയുക, നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ആ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് ഇവർ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ജോബിനോട് ഒരു സാറ്റിസ്ഫാക്ഷൻ വരെ വേണം. ബട്ട്
അവർക്ക് എന്താണ് നല്ല അവരുടെ അറിവുകളും കഴിവുകളും ഉയർത്തിക്കൊണ്ട് വരേണ്ടത് കൂടിയുണ്ട്. അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അതായത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ, നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ അവർ ആ ഒരു ലക്ഷ്യം കൂടി വെക്കുന്നുണ്ട് മെയിനായിട്ട്. ക്ലിയറായോ? സ്ട്രക്ചേർഡ്, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണെന്ന് വെച്ചാൽ ചേഞ്ചബിൾ ആണ്. സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെന്റ് വിത്ത്, അതായത് നമ്മുടെ ആ ഹോസ്പിറ്റലിലെ അന്തരീക്ഷത്തിനോടൊപ്പം സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയും വേണം. ഒപ്പം തന്നെ എന്താണ് ഇവർക്ക് നോളജും സ്കില്ലും വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു ലെവലും കൂടി അവര് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്. ഓക്കെ, then third point നോക്കാം. A management process causing an efficient and effective pattern of nursing care. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ടും അല്ലെങ്കിൽ ഫലപ്രാപ്തമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു നഴ്സിംഗ് മാനേജ്മെന്റ് ആണെന്ന് പറയണമെങ്കിൽ സർവീസ് ഇൻ ദ മോസ്റ്റ് പ്രാക്ടിക്കൽ മാനർ, അത് നമുക്ക് എല്ലാവർക്കും അറിയാലേ. നല്ല മാനേജ്മെന്റ് സിസ്റ്റം ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാം? അവരോട് എന്താ പറയണത്, നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്യാനും അവരുടെ എന്തെങ്കിലും പണിഷ് ഒരുപാട് നമുക്ക് പേടിപ്പിച്ച് ഭയങ്കര ഇപ്പൊ ഇന്നത്തെ പേപ്പറിൽ തന്നെ നമുക്ക് എന്താ പറയാ സ്ട്രെസ് കൊണ്ട് അത് ഒരു വിഷയം സമയമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. സ്ട്രെസ് വന്നുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ജോലിഭാരം വന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. പക്ഷെ നല്ല മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായെങ്കിൽ എന്ന് പറയുന്നത് അവിടെ പർട്ടിക്കുലർ മാനർ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് മിതമായ രീതിയിൽ അവരോട് ഇടപെടുവാനായിട്ട് സാധിക്കണം. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അവരുടെ ഒരു എയിം തന്നെയാണ് ഈ സ്റ്റാഫിംഗ് പ്രോസസ് നടത്തുമ്പോൾ അവർക്ക് അതൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്ത് നല്ല മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിന് മെയിൻ ചെയ്യേണ്ടത്. മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ, നല്ലൊരു നഴ്സിംഗ് കെയർ കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് ആണെന്ന് അറിയപ്പെടണം. അതോടൊപ്പം തന്നെ ഇതാണ് സർവീസ് ഇൻ ദ മോസ്റ്റ് ഫ്രീക്വന്റ് മാനർ, അവര് എന്താ മിതമായ രീതിയിലുള്ള രീതിയാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ക്ലിയറായോ? ഓക്കെ അല്ലേ? ക്ലിയറായോ? നമ്മൾ ഫസ്റ്റില് സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് സ്റ്റാഫിന്റെ കാര്യം അല്ലെ, പഠിച്ച് മാത്രം ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഒപ്പം അപ്പൊ അവർക്ക് ആ ജോലിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഒപ്പം തന്നെ അവരുടെ നോളജും കഴിവൊക്കെ വലുതാവണം. അതേപോലെ തന്നെ തേർഡ് പോയിന്റിൽ പറയുന്ന മാനേജ്മെന്റിന്റെ മാനർ എന്ന് പറയുന്നത് നമ്മുടെ മിതമായ രീതി എന്നുള്ള ഉദ്ദേശം. മിതമായ രീതി അല്ലെ, നമ്മുടെ മാനേജ്മെന്റിനോട് നമുക്ക് ഇടപെടുകാനായിട്ട് മിതമായ ഒരു രീതി ഉണ്ടാവുമെന്ന് പറയില്ല. വളരെ പഠിച്ചു തീരുന്ന രീതിയൊക്കെ ആണെങ്കിൽ മാനേജ്മെന്റിന്റെ അടുത്ത് ചെല്ലാനും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിതമായ രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാതെ വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് വരെയാണ് നിർത്തിയത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതായത് ഇതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്താ പറയുക ഷിഫ്റ്റ് ഡ്യൂട്ടികൾ അറേഞ്ച് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ എണ്ണത്തിന് ബേസ് ചെയ്തിട്ടല്ല. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഷ്യൻസിന്റെ എണ്ണത്തിന് ബേസ് ചെയ്തിട്ടല്ല. ചില പേഷ്യൻസിന് ചില കാറ്റഗറി ആയിരിക്കും അല്ലെ, അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോ കുറച്ച് കെയർ ചെയ്യേണ്ടതുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇന്റൻസീവ് കെയർ ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള രീതി അനുസരിച്ചിട്ടാണ് ഈ പേഷ്യൻസിന് ഷിഫ്റ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ എത്ര പേഷ്യന്റിന് ഇത്ര സ്റ്റാഫ് എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്ങില് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താഴേക്ക് പോകുമ്പോൾ ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയറിംഗ് കോഡ്, നമ്മള് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പേഷ്യൻസിന്റെ കെയർ, എന്തൊക്കെ നമ്മുടെ സംരക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് കെയർ, ഇൻഡയറക്റ്റ് കെയർ ആണ്. രണ്ട് രീതിയിലാണ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് കെയർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് കെയർ ഈസ് എ കെയർ given by nursing staff while working in the presence of patient and related to the patient ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, നമ്മൾക്ക് ശാരീരികവുമായി മാത്രമല്ല എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഹെൽപ്പിന്റെ കൂടി ആവശ്യകതയുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ചില പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ലേ രോഗം വരുന്നത് അവരുടെ മാനസിക സംഘർഷം കൊണ്ടാണ്. ചിലപ്പോൾ പ്രഷർ കൂടുക, ചിലപ്പോൾ കുറെ കാര്യങ്ങൾക്ക് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് ഫിസിയോളജിക്കൽ എന്താ പറയുക റിക്വയർമെന്റ്സ് അതിന്റെയും ആവശ്യകത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ കെയർ ഗിവൺ ബൈ നഴ്സിംഗ് സ്റ്റാഫ്
while working in the presence പേഷ്യൻസിന്റെ അടുത്ത പ്രസൻസ് നമ്മളുടെ സാന്നിധ്യം വരുമ്പോൾ and related to the patient physical ശാരീരികമായ ആവശ്യകത മാത്രമായിരിക്കില്ല നമ്മുടെ പ്രസൻസിൽ വേണ്ടി വരുന്നത്. ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ്, ഫിസിയോളജിക്കൽ ആയിട്ട് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെയും കൂടി റിക്വയർമെന്റ്സ് ആവശ്യകത ഇവർക്കും ഉണ്ടായിരിക്കും. ഏത് പേഷ്യൻസിന് അല്ലെങ്കിൽ സ്റ്റാഫിന് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. Then a direct care consists of ഡയറക്റ്റ് ആയിട്ട് കെയർ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് എന്താണ്? ഫീഡിങ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിക്കേഷൻ ആൻഡ് ദ മോർ ഡിപ്പെൻഡ് ദ പേഷ്യന്റ് ഈസ് ഓൺ ദ നഴ്സ് ടു കണ്ടക്ട് റിലേറ്റഡ് ആക്ടിവിറ്റി, ദ മോർ അവേഴ്സ് ഓഫ് നഴ്സിംഗ് കെയർ ഈസ് റിക്വയർഡ് ഫോർ ദ പേഷ്യൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡയറക്റ്റ് കുറച്ചു നേരം കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ, അതായത് അവർക്ക് ഫീഡിങ് ഫുഡ് വരെ എന്താണ് സെൽഫായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. ട്രീറ്റ്മെന്റുകളാണെങ്കിൽ നമ്മളുടെ നഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്യും. മൊബിലിറ്റി ആൻഡ് മെഡിറ്റേഷൻ, അവർക്ക് എന്തൊക്കെയാണെങ്കിലും ഒരു എന്താ പറയാ മാനസികമായിട്ടാണെങ്കിലും മെഡിറ്റേഷന്റെ ആവശ്യകത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരെയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് നമ്മളോട് എന്താ പറയുക ഷെയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള സർവീസുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. And the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care required for the patients. അപ്പൊ അതായത് ആക്ച്വലി നിങ്ങൾ ആലോചിച്ചാൽ മതി, സാധാരണ തന്നെ വ്യത്യസ്തമായിട്ട് ഈ വ്യക്തിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കലാണെങ്കിലും മെഡിസിൻ കൊടുക്കലാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെരിച്ചു കിടത്ത് നിവർത്തി കിടത്ത്, അതായത് ഒരു അത്രയും വീക്കായ പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് ചിലപ്പോ എന്താ പറയുക മെമ്മറി ആണെങ്കിൽ മെഡിറ്റേഷൻ കൂടെ എന്തെങ്കിലും കൈകാര്യം ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ എന്താണ് മോർ ഡിപ്പെൻഡ്, പേഷ്യന്റിനോട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട്. ചിലപ്പോ എന്താ പറയാ നമ്മുടെ തറോട് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയ സ്റ്റാഫുകളൊക്കെ ആയിരിക്കണം ചിലപ്പോ അവിടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം പേഴ്സൺസിനൊക്കെ എന്താ പറയുന്ന ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട പേഴ്സൺസ് ആണെന്ന് കണ്ടെത്തിയിട്ട് അത്തരത്തിലുള്ള നഴ്സുമാരെ അവിടെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ഇൻഡയറക്റ്റ് കെയർ, ഇത് കേൾക്കുമ്പോൾ തന്നെ ആദ്യത്തെ കേട്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻഡയറക്റ്റ് കെയർ എന്താന്ന് നോക്കാം. ആർ ദോസ് വെഞ്ചർ അണ്ടർടേക്കൻ ഓൺ ദ പേഷ്യന്റ് ബിഹാഫ് ബട്ട് റിമൂവ്ഡ് ഫ്രം ഹിസ് പ്രസൻസ്. അവർക്ക് പകുതി അല്ലെ കുറച്ച് ഭാഗം കുറച്ചെങ്കിലും അവർക്ക് ആവശ്യമുണ്ട്, അല്ലാതെ മുഴുവനായിട്ടും എന്താ പറയുക സ്റ്റാഫ് നഴ്സുമാരുടെ ആവശ്യമുണ്ടാവുന്നില്ല. അവർക്ക് എന്നാലും എന്താണ് നമുക്ക് കുറച്ചെങ്കിലും കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, സീക്കിംഗ് അഡ്വൈസ് വിത്ത് ദ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യൻസ് റെക്കോർഡ്, റിപ്പോർട്ടിംഗ്, കൺസ്ട്രക്ടിംഗ് ഡിസ്ചാർജ് പ്ലാൻസ് എക്സെട്ര. അതായത് ഇത്തരത്തിൽ വരിക എന്ന് പറയുന്നത് ചിലപ്പോ അവർക്ക് എന്തെങ്കിലും പേഷ്യൻസിന് ചിലപ്പോൾ നമുക്കറിയാലോ ഒരു ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസിൽ നമ്മൾ പോകുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എന്താണ് അവര് ചില ഇതൊക്കെ മേടിക്കാൻ പറയും. എന്നിട്ട് അതൊക്കെ യൂസേജ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ വസ്തുക്കൾ നിങ്ങൾ മേടിക്കണം, എന്നിട്ട് നിങ്ങൾ ഇത്ര ഡെയിലി ഇന്ന രീതിയിലൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന സാധനങ്ങൾ ഇന്ന രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ നമ്മൾ ചെറിയ ശ്വാസം മുട്ടാണെങ്കിലും വാക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ആ ഇൻഹെയിലർ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണ്, ആ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ എന്താ പറയുക സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഈ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യണം. അവരൊക്കെ ആയിട്ട് ഡിവൈസ് അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കണം. അതിനനുസരിച്ചുള്ള നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഇവിടെ കാണിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഈ നഴ്സുമാർക്ക് ഈ പേഷ്യൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യൻസ് റെക്കോർഡ്. ഒപ്പം തന്നെ എന്താണ് ഇവരുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ വായിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഇവരെ സൂക്ഷിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ആ നഴ്സുമാർക്ക് അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും, രേഖപ്പെടുത്തേണ്ടതുണ്ടാവും. കൺസ്ട്രക്ടിങ് ഡിസ്ചാർജ് പ്ലാൻ അല്ലെ, എന്തെങ്കിലും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്ര സമയം ഈ ബില്ലുകൾ അടയ്ക്കാൻ, ഇന്ന സമയത്ത് ബില്ല് അടച്ച് ഇന്നത്തെ സാങ്ഷൻ മേടിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിലും അതെല്ലാം കൈകാര്യം ചെയ്യണം. ഇന്ന രീതിയിലൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും മെഷീൻസോ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൊടുത്ത് അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്ന ഒരു രീതിയിലുള്ള സ്റ്റാഫ് അവർക്ക് അതാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. അവർക്ക് എന്താ പറയുക നമ്മുടെ അഡ്മിഷൻ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്
ഇവര് എന്താ പറയുക, നമുക്ക് ആവശ്യം നമ്മളുടേതായ സാമീപ്യം ആവശ്യമാണ്, പക്ഷെ നമുക്ക് ഫുള്ളി അവരെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെ ഉള്ളൂ, ഡയറക്റ്റ് കെയർ എന്താണ്, ഇൻഡയറക്റ്റ് കെയർ എന്താണെന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫിന്റെ എന്താണ് വളർച്ച അല്ലെ, അവരുടെ വളർച്ച ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പേഴ്സൺ ആസ് വെൽ ആസ് professional growth of nurses and other staffs while they are employed by the health care. നമ്മൾ നേരത്തെ എപ്പോഴും ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെയാണ്, സ്റ്റാഫിന്റെ വളർച്ച ഉണ്ടാവണം, അവർക്ക് ഇനി ഇന്ന ട്രെയിനിങ്ങൾ കൊടുക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പേഴ്സണൽ, അതായത് അവരുടെ വ്യക്തിപരമായ ഉയർച്ച മാത്രമല്ല, പ്രൊഫഷണലി ഗ്രോത്ത്. അവന് ഏത് പ്രൊഫഷനാണ്, ആ നഴ്സിംഗ് എന്ന പ്രൊഫഷൻ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ എന്താ സ്റ്റാഫുകൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് പറയുന്നത് പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് നഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്സ് വൈൽ ദേ ആർ എംപ്ലോയിഡ് ബൈ ദ ഹെൽത്ത് കെയർ. മറ്റു സ്റ്റാഫുകളെ വെച്ചിട്ട് എങ്ങനെയാണ് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ നമുക്കറിയാലേ, ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഒരു സ്റ്റാഫിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാം, അവർക്ക് ആദ്യം തന്നെ ട്രെയിനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കും, മറ്റേ സ്റ്റാഫിന്റെ ഒപ്പം പോയി അവരത് പഠിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റുന്നതോടൊപ്പം തന്നെ അവരുടെ സ്കില്ല്, അവരുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. Then it refers to all the training and education provided to enhance the job related and personal knowledge, skill and mentalities of vested employees. ഇതില് ഇത് തന്നെ റെഫർ ചെയ്യുന്നതിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ all the training and education provided. ട്രെയിനിങ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം ഇതിലൊന്നും പോരാ. അപ്പൊ ഇവർക്ക് എന്താണ് ട്രെയിനിങ്ങിനോടൊപ്പം തന്നെയാണ് എന്താ വിദ്യാഭ്യാസം കുറച്ചും കൂടി ഉയരാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ all the training and education provided to enhance the job related, ജോബിനോട് ചേർന്നാണ് ഈ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ അവർക്ക് കൊടുക്കുന്നത്. അത് പേഴ്സണൽ നോളജ്, അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറെ വ്യക്തിപരമായിട്ടുള്ള നോളജ് അറിവുകളും കിട്ടുന്നു. സ്കിൽസ് ആൻഡ് മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ്. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നഴ്സുമാർക്ക് ചിലപ്പോ മെന്റലി അവർ ചിലപ്പോ അവർക്ക് എല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാക്ടേഴ്സ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോ ഈ പേഷ്യൻസ് ചിലപ്പോ എന്താ പറയാ സാധാരണ ലെവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിസർവബിൾ ആയിരിക്കും. ചിലപ്പോ പെയിനിന്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ കാണിച്ചിരിക്കും. ചിലർക്കറിയാം ബ്ലഡ് ഒക്കെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയില്ലേ. അപ്പൊ അവർക്ക് അവരെ മെന്റലി അതോട് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതും കൂടി അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് കഴിവുണ്ടാവാം, നോളജ് ഉണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രോബ്ലം തന്നെയാണ്. അപ്പൊ അതും കൂടി അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റില് സ്റ്റാഫിനോട് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇവര് സമ്പാദിക്കുന്ന ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. Then objectives of staff development. ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, അതായത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാല്ലേ, എന്നുള്ളത് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതിനെ പോലെ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക. വെസ്റ്റഡ് എംപ്ലോയി. ഓക്കെ, അതില് വെസ്റ്റഡ് എംപ്ലോയി എന്നത് ഉദ്ദേശിക്കുന്നത് എംപ്ലോയി അടങ്ങിയിരിക്കുന്ന എന്നുള്ള അർത്ഥം. വെസ്റ്റഡ് എംപ്ലോയി ഉദ്ദേശിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്നു അല്ലെ, അങ്ങനെയുള്ള മീനിങ്ങിലാണ് അത് ഉദ്ദേശിക്കുന്നത്. വെസ്റ്റഡ് എംപ്ലോയി എന്ന് പറയുന്നത് അതിൽ നിക്ഷിപ്തമായ എന്നുള്ള ഒരു മീനിങ് ആണ്. എംപ്ലോയി നിക്ഷിപ്തമായിരിക്കും. വെസ്റ്റഡിന്റെ മീനിങ് നിക്ഷിപ്തമായ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ നമ്മള് സ്കിൽ ആൻഡ് മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ്, അതിന് നിശ്ചിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യം അത് തന്നെയാണ്. നമുക്ക് കുറെ കഴിവ്, നോളജ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കഴിവ് ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ മെന്റലി നമ്മൾ അതിൽ നിക്ഷിപ്തമായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെന്റലിയും മറ്റേതിനൊക്കെ ഇതിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതിലെന്താ പറയുന്നത്, എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ നമുക്കറിയാം ഗുണങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട് അല്ലെ, കഴിവ് അവർക്ക് ഏബിൾ ആയിരിക്കണം, അപ്പോ അത് വർദ്ധിക്കേണ്ടതുണ്ട്.
നിങ്ങളുടെ എല്ലാവരെയും മ്യൂട്ടല്ലേ? അല്ല, മറ്റേ ക്ലാസ്സിൽ ഡിസ്റ്റർബ് വന്നെന്ന് പറഞ്ഞു, അതാണ് ഞാൻ അങ്ങോട്ട് ആക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മ്യൂട്ടാന്ന് തന്നെ പറഞ്ഞായിരുന്നേ, മറ്റേ ക്ലാസ്സിൽ എന്തോ ഡിസ്റ്റർബ് വന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിലെന്താ പറയുന്നത്? എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൂടുതൽ സേവനങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നഴ്സുമാരാകുമ്പോൾ അവരുടെ ആ സേവനങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്, അതായത് നല്ല സേഫ് ആയിട്ട് അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള പേഷ്യൻസ് കെയർ കിട്ടുന്നുണ്ട് അല്ലെ, കൃത്യമായ പേഷ്യന്റിന്റെ കെയർ നഴ്സുമാരിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. Then ensure satisfactory job performance by staff. സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, അതായത് സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ജോലിയുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടിപ്പിക്കാനായിട്ട് അല്ലെ, ജോലി പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Then orient the person towards their care objectives, job duties, personal പോളിസീസ്, അതായത് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, നമുക്ക് എന്താ പറയാ, മറ്റു പേഷ്യൻസിന്റെ സ്ട്രഗിളും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ നഴ്സുമാർക്ക് വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ ജോബിന്റെ ഡ്യൂട്ടീനെ ഒന്നും ബാധിക്കാതെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിനൊന്നും പ്രോബ്ലം ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത് സ്റ്റാഫ് ഡെവലപ്മെന്റ് ലക്ഷ്യങ്ങളിൽ പെടുന്നത്. പിന്നെ വീണ്ടും ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ നേരത്തെ കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ, അതായത് പുതിയൊരു സ്റ്റാഫിനെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്താൽ മതി. പുതിയ സ്റ്റാഫ് വന്നിട്ട് അവർക്ക് കുറച്ച് നോളജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് അതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാമാണ് ഇതിന്റെ ലക്ഷ്യം എന്നാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ട്, ഒപ്പം തന്നെ എന്താണ് പേഷ്യൻസിനൊക്കെ നല്ല കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവരൊക്കെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ഇനി ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അടുത്തത് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് ഉള്ളതെന്നാണ്. അതില് ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പം നമുക്കറിയാം, അതായത് പല രീതിയിലാണ് ഇതിന്റെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നോക്കാം, അതിൽ ഒന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ എന്താണ് നടക്കുന്നത് നോക്കാം. Induction training is the training given to new employees by the employer in order to help in adjustment to their new job and familiarities with their new work environment and the people who are working around them. അതായത് ഈ ട്രെയിനിങ്ങിൽ എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ന്യൂ എംപ്ലോയീസിന് അല്ലെ നമ്മള് ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സ്റ്റാഫ്, നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പൊ പുതിയ എംപ്ലോയീസിന് എന്താണ് ബൈ ദ എംപ്ലോയർ ഇൻ ഓർഡർ ടു ഹെൽപ്പ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ ന്യൂ ജോബ്. ന്യൂ ജോബില് കുറെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. ആൻഡ് ഫോർമുലാറ്റീസ് വിത്ത് ദെയർ ന്യൂ വർക്ക് എൻവയൺമെന്റ്, ആ ചുറ്റുപാട് അല്ലെ, പുതിയ ചുറ്റുപാടുകളോട് കൂടിയിട്ട് വർക്ക് പൊരുത്തപ്പെട്ട് പോകാനായിട്ട്, ഫോർമുലാറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പോകാനായിട്ട് ഒന്ന് എന്താ പറയുക, നമ്മളോട് ഇടപെടുകാനായിട്ട്, അത് നമ്മൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ആ എൻവയൺമെന്റിനോട്, ആ അന്തരീക്ഷത്തോട് എൻവയൺമെന്റിനോട് ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പറയില്ല, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ്, ഇതേ രീതിയിലാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മള് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ വ്യക്തിയെ കൂട്ടിയിട്ട്, സ്റ്റാഫിനെ കൂട്ടിയിട്ട് ജോലി, അങ്ങനെ ഒരു സ്പെഷ്യൽ മീനിങ് എന്ന് പറയാനില്ല, അതായത് വ്യക്തിയോട് കൂടി ചേർന്നിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് നേച്ചറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലെന്താ പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഹെൽപ്പ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ ന്യൂ ജോബ് ആൻഡ് familiarities with their new work environment and people who are working around it. അതായത് അവരോടൊപ്പം തന്നെ നിന്ന്, ഇപ്പൊ നമ്മളൊന്ന് ഇങ്ങനെ മീൻ ചെയ്താൽ മതി, ഒരു സ്റ്റാഫ് ഒരു പുതിയൊരു അപ്പോയിന്റ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു നമ്മൾ നഴ്സിംഗ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവരോടൊപ്പം കൂട്ടി
കൂട്ടിയിട്ട് തന്നെ ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് തന്നെ അവര് പേഷ്യന്റിന്റെ അടുത്ത് ചെല്ലുന്നു, അവരെ ശുശ്രൂഷിച്ചിരുന്നു. അവര് ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഫീഡിങ് കാര്യങ്ങളാണെങ്കിൽ അത് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ എടുത്ത് കൊടുക്കും. അപ്പൊ ആ ഒരു എൻവയൺമെന്റിനോട് ഈ വ്യക്തി അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് എന്ത്, ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൂട്ടിയിട്ട് അവരോടൊപ്പം തന്നെ ആ ജോലി ആ എൻവയൺമെന്റിനോടൊക്കെ പൊരുത്തപ്പെടാൻ കാണിക്കുന്ന ഒരു രീതിയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന രീതി. വേറൊരു രീതിയാണ് ജോബ് ഓറിയന്റേഷൻ. അതും ഏതാണ്ട് ഇതുപോലെ തന്നെ റിലേറ്റഡ് ആണ്. ദ പ്രോസസ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് ഓർ ദർ റോൾ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ന്യൂ വർക്ക് സിറ്റുവേഷൻ. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയോട് അതിനോടൊപ്പം തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഡ്യൂട്ടി എന്നൊക്കെ അവരെ കൊണ്ട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടിയോടൊപ്പം അല്ലെ ജസ്റ്റ് ഒന്ന് അവരോട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഈ ജോബ് ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി കൊടുക്കുന്ന ഒരു രീതിയാണ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്ത് അവരുടെ റോൾ എന്താണ്, അവരുടെ ഇനി അവരുടെ ജോലി എന്താണെന്നുള്ള ആ റോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നു. റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തം എന്താണ്, അതിന്റെ റിലേഷൻഷിപ്പ് വിത്ത് ദ ന്യൂ വർക്ക് സിറ്റുവേഷൻ, ആ പുതിയ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ബന്ധങ്ങൾ അല്ലെ, എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനോട് കൈകാര്യം ചെയ്യേണ്ടത്, ഇന്നൊക്കെ രീതിയാണ്, ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ പ്രോഗ്രാം. It is an individualized training program meant to get a newly hired employee more familiarized with their responsibility. അതായത് ഇതെന്ന് പറയുന്ന ഈ രീതി അനുസരിച്ച് ഈ വ്യക്തി അപ്പോയിന്റ്മെന്റഡ് ആണ്, ന്യൂലി ഹയർഡ് ആണ്, എംപ്ലോയി ആണ്, ഒപ്പം തന്നെ എന്താണ് ഈ റെസ്പോൺസിബിലിറ്റിയും ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളോടൊക്കെ ഇടപെടാനുള്ള ഒരു സാവകാശം കൂടി അല്ലെ, ഒരു സമയം കൂടി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് രീതിയാണ് ജോബ് ഓറിയന്റേഷൻ. അപ്പൊ നമ്മള് ടൈപ്സ് ആണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈപ്പിൽ പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്. അതായത് ഈ വ്യക്തിയെ കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഇടപഴകി അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു സമയം കൊടുക്കും. നെക്സ്റ്റില് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ പുതിയ ന്യൂ പേഴ്സണെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ് ഇവർക്കുള്ള റെസ്പോൺസിബിലിറ്റി, ഇവരുടെ റോൾ എന്താണെന്നും അതേമാതിരി തന്നെ ഇവര് എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരോട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കേണ്ടതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അവർക്ക് അവിടെ വെച്ച് തന്നെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ജോബ് ഓറിയന്റേഷൻ. തേർഡ് എന്ന് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇതിലെ നമുക്ക് നോക്കാം എന്താണ് ഈ സർവീസ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. An educational experience planned before to provide in the job setting and closely identified with the services in order to help a person discharge his duties more effectively as a person and as a worker. അതായത് ഇതിലെന്താ പ്രത്യേകമായിട്ട് പറയുന്നത്, ഒരു സർവീസ് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, സർവീസ് നമ്മൾ സേവനത്തോടൊപ്പം തന്നെയാണ്. എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് പ്ലാൻഡ് ബിഫോർ ടു പ്രൊവൈഡ് ഇൻ ദ ജോബ് സെറ്റിംഗ് ആൻഡ് ക്ലോസ്ലി ഐഡന്റിഫൈ. അവരുടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ നോക്കും അല്ലെ, അതിനുശേഷം ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കും, ഇന്ന ജോബാണ് അവർക്ക് കൊടുക്കേണ്ടത്. ക്ലോസ്ലി ഐഡന്റിഫൈഡ് വിത്ത് സർവീസ് ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ പേഴ്സൺ. അതോടൊപ്പം തന്നെ എന്താണ് ഇവരുടെ സേവനങ്ങൾ എങ്ങനെയുണ്ടെന്നും കൂടി വിലയിരുത്തും. help the person discharge his duties more effectively as a person and as a worker. ഇദ്ദേഹം ഒരു പേഴ്സൺ വ്യക്തി എന്ന നിലയിലും അതേപോലെ തന്നെ ഒരു വർക്കർ. നമ്മളിപ്പോ എഡ്യൂക്കേഷൻ നേടിയെടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അക്കാദമിക് ഒക്കെ അതേമാതിരി തന്നെ ഇവർക്ക് കൊടുക്കുന്ന സർവീസ് അല്ലെ, ഇവർ പ്രവർത്തിക്കേണ്ട ഡ്യൂട്ടികൾ അതെല്ലാം അവർക്ക് ആവശ്യകതയാണ്. അപ്പൊ കൂടുതൽ എഫക്റ്റീവായിട്ട് കൂടുതൽ കാര്യക്ഷമയോട് കൂടിയിട്ട് പേഴ്സൺസിനെ അല്ലെങ്കിൽ ഇവരുടെ വർക്കിനെ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ ട്രെയിൻ ചെയ്യുന്നത്. It is thus a planned instructional or a training program given by an employee agency in the employment setting. അതായത് ഇവര് നേരത്തെ കൂടി ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. വ്യക്തിയുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചാണ് വ്യക്തിയെ ഇന്ന പ്ലേസിലേക്ക് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ സർവീസും കൂടി ഇവര് വിലയിരുത്തും. അതോടൊപ്പം തന്നെ ഇവരുടെ പേഴ്സൺസിന്റെ വ്യക്തിപരമായിട്ടും വർക്ക് ചെയ്യാനുള്ള എബിലിറ്റീസ് അത് എത്രത്തോളം കൊണ്ടുവരാൻ അല്ലെ, ഉയർത്തിക്കൊണ്ടുവരാൻ. നമുക്കറിയാം ചില ടാർഗറ്റുകൾ കൊടുക്കാനായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഇത്ര ടൈമിനുള്ളിൽ. ഇവരുടെ നിലവാരം അനുസരിച്ച് നോക്കും. നെക്സ്റ്റ് ഇവരെ കൊണ്ട് വീണ്ടും കൂടുതൽ ചെയ്യിപ്പിക്കും. അപ്പൊ ഇവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഫിസിക്കലി പ്രോബ്ലംസ് വരുന്നത് അല്ലെ, ജോബിനോട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ,
മടുപ്പ് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ടോ, അപ്പൊ ഇവര് ഓക്കെ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് ഇറ്റ് ഈസ് ദ സെയിം പ്ലാൻഡ് ഇൻസ്ട്രക്ഷണൽ ഓർ ട്രെയിനിങ് പ്രോഗ്രാം. ഇതൊരു പ്ലാൻഡ് ആയിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നത്. given by an employee agency in the employment setting. എംപ്ലോയ്മെന്റ് ഈ വ്യക്തി എംപ്ലോയി ആയിട്ട് നിയമിക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവര് പ്ലാൻഡ് ആയിട്ടുള്ള ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് എന്താ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ് കണ്ടു, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോബ് ഓറിയന്റേഷൻ കണ്ടു. then തേർഡില് അതായത് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇൻ സർവീസ് എഡ്യൂക്കേഷനിൽ എന്താണ് പ്രത്യേകത, അവര് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇവിടെ നടത്തുന്നത്. അതായത് ഈ വ്യക്തിയുടെ കഴിവിനനുസരിച്ച് ഇവർ പ്ലാൻ ചെയ്യും ഇന്ന അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാന്ന്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇവർ എന്ത് ചെയ്യും, ഇവരുടെ സർവീസും കൂടി നോട്ട് ചെയ്തിട്ട് അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഈ പേഴ്സണെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവരെ എംപ്ലോയ്മെന്റിലേക്ക് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. then ഫോർത്തിൽ എന്താ നോക്കാം, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇത് നോക്കാം. Is all the learning activities that happen after an individual has completed his basic education. It is involved a planned learning experience beyond a basic nursing educational program. അതായത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ ലേണിംഗ് ആക്ടിവിറ്റീസ്. ശരിക്കും പറഞ്ഞാൽ പഠിച്ചെടുക്കാൻ എന്താ നമ്മൾ എന്താ പറയുന്ന വെറുതെ വായിച്ചു പഠിച്ചാൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹാപ്പൻ ആഫ്റ്റർ ആൻ ഇൻഡിവിജ്വൽ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ബേസിക് എഡ്യൂക്കേഷൻ. അവരുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷന് ശേഷം അവരെ പഠിക്കുന്ന ഒരു രീതിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് എ പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ബിയോണ്ട് എ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് നമ്മുടെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് പ്ലാൻഡ് ആയിട്ട് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഒരു രീതിയാണ് ഇത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെയാണ്. then എന്താണ് പിന്നെ വീണ്ടും ഇവർക്ക് എന്താണ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് അല്ലെ. നമുക്ക് ചില ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കും അല്ലെ. കുറച്ച് പഠിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ഇത് ചെയ്യും. അപ്പൊ ആ ഇന്റേൺഷിപ്പിലൂടെ അതായത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവര് എക്സ്പീരിയൻസ് നേടിയിട്ടാണ് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പൊ അതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന ഒരു ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അങ്ങനെ 4 തരത്തിലുള്ള എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഡെവലപ്മെന്റ് സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാ നിങ്ങൾക്ക് ഫോറം നടിക്കുന്നതിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂണ്ട, ക്ലിയർ ചെയ്ത് പോകാം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. ആദ്യം ഒരു ചെറിയ ഇതുണ്ടായുള്ളൂ. നിങ്ങൾക്ക് ഇതിനേക്കാളും സിമ്പിൾ ആണ് താഴേക്ക് പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്. എനിക്ക് വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററും കൂടി എനിക്ക് എടുക്കാനുണ്ട്. അത് ലേബർ റൂമാണ്. അത് നിങ്ങൾ വന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ കരുതി വെക്കണം. ലേബർ റൂമിന്റെ നിങ്ങളുടെ ചാപ്റ്റർ എത്രയെന്ന് എനിക്കറിയില്ല. ചാപ്റ്ററിന്റെ പേര് ലേബർ റൂം എന്നാണ്. ക്ലിയർ ആയോ? ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. എന്താ പറയാ, നമുക്ക് കുറച്ച് കൂടി എടുക്കാനുണ്ട്. എല്ലാവർക്കും അവരവരുടെ പോർഷൻസ് എക്സാമിന് മുമ്പ്. ഓക്കെ, 29 എന്ന് പറയുന്നുണ്ട് കേട്ടോ. 29. അപ്പൊ ഞാനും എന്റെ പോർഷൻസ് അവസാനിപ്പിക്കാനുള്ള ഒരു ഇതിലാണ്. പക്ഷെ മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തോളം വരെ കണ്ടിന്യൂ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് ബോറടിക്കുന്നില്ലല്ലോ അല്ലെ? വലിയ പ്രശ്നമില്ലാത്തൊരു ചാപ്റ്റർ അല്ലേ. എന്താ പറയുക, നഴ്സിംഗ് നമുക്കറിയാം. ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ കുറെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കുന്ന കാര്യമാണ്. അപ്പൊ കുഴപ്പമില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, ടൈപ്സ് ഓഫ് സ്റ്റാഫിംഗ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ നമുക്ക് ഇനിയുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മളിപ്പോ നേരത്തെ കണ്ട ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം.
generate a positive organizational climate. ഒരു ക്ലൈമറ്റ് അല്ലെ, നല്ല ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കാനായിട്ട്, അതായത് ജനങ്ങൾ സ്റ്റാഫുകൾക്ക് എന്താ പറയുക, ജോലിയോടൊന്ന് പൊരുത്തപ്പെടാനുള്ള ഒരു ക്ലൈമറ്റ്, അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് പറയുന്നത് ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. Then facilitate open channel of communications. Communications എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റും അല്ലെ, എല്ലാവരോടും ഒരു ഇടപെടാനുള്ള ഒരു ചാനൽ ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കിട്ടുന്നു എല്ലാവർക്കും. ഇങ്ങനെ വരുമ്പോ എന്താണ്, നമുക്ക് മാനേജ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫുമായിട്ടും മറ്റു ഡിസ്കസ് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വേണം അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പാസ് ഓവർ ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഇടയിൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മെസ്സേജുകൾ നമുക്ക് പാസ് ചെയ്യുന്നതിന് വളരെ കുഴപ്പമൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് തന്നെ അവരോട് പരസ്പരം മെസ്സേജുകൾ അല്ലെ എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ മെസ്സേജുകൾ സെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പം സാധിക്കും. ഇതില് കാരണം അവരെല്ലാം മാനേജ്മെന്റ് ഒക്കെ വളരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വളരെ ശാന്തമായ മാനേജ്മെന്റിലൊക്കെ നമുക്ക് ഇടപെടുക്കാൻ പറ്റുന്നൊക്കെയാണ് അവർ ഡിസ്കസ് പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് പറയുന്നത് പാസ് ഓവർ ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിനൊക്കെ മെസ്സേജ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. ഈസി ആക്സസ് ടു നോളജബിൾ കോളേജസ് ട്രോ, അതായത് മറ്റു സഹപ്രവർത്തകർ, കോളേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു സഹപ്രവർത്തകരുമായിട്ട് നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, നമ്മുടെ കുറച്ചുകൂടി വിവരങ്ങളല്ലേ അവരിൽ നിന്നും ആരായാനായിട്ട്. അവർക്കുള്ള എക്സ്പീരിയൻസ്, സ്റ്റാഫുകള് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് കുറച്ച് നോളജ് കൂടുതലായിരിക്കും അല്ലെ. എക്സ്പീരിയൻസ് നോളജ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് നോളജിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവ് അതൊക്കെ സഹപ്രവർത്തകർക്കൊക്കെ ഈസി ആയിട്ട് കൊടുക്കാനായിട്ട്, പകർന്നു കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. അവർക്ക് വലിയ പ്രശ്നമില്ലാതെ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് എന്ത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഉള്ളത് എന്നതാണ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് നമ്മൾ കുറച്ച് കണ്ടു. അപ്ലിക്കേഷൻസ് എടുക്കുന്നു, അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നു, എത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പേഷ്യൻസിനനുസരിച്ചാണ് സ്റ്റാഫിനെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഡ്യൂട്ടീസ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡ്യൂട്ടീസുകളൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ എത്ര പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചൊക്കെയാണ് ഡ്യൂട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യണം. അങ്ങനെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഗുണങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, പോസിറ്റീവ് എനർജി കിട്ടുന്നല്ലേ, എല്ലാവരോടും നന്നായിട്ട് ഇടപെടുകാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം. അതേപോലെ ഫെസിലിറ്റീസ് ഓപ്പൺ ചാനൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മെസ്സേജുകൾ എല്ലാവർക്കും പരസ്പരം എത്തിക്കാൻ സാധിക്കും. ഈസി ആക്സസ് ടു നോളജ് കോളേജസ് ത്രൂ, അതായത് സഹപ്രവർത്തകരിൽ നിന്ന് കൂടുതൽ അറിവ് സമ്പാദിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാന്നുള്ളത് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിലുള്ള റോള്, അവരുടെ ആ ഒരു റോൾ എന്താണ്, ഇതാണ് രീതിയൊക്കെയാണ് അവര് കൈകാര്യം ചെയ്യുന്നതാണ്. യൂസ് പ്രിൻസിപ്പൽസ് ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽ ഓർ ഇൻഫർമേഷൻ. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ നമ്മുടെ തത്വങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ശരിക്കും ഇതിൽ എന്താ പറയുന്നത് അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഭരണഘടനയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പളായിട്ട് തത്വങ്ങളിൽ നമ്മൾ എന്താണ് എല്ലാം പഠിച്ചെടുക്കണം അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻസ്, പുതിയ പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ കഴിവുകളും എല്ലാം പഠിച്ചെടുക്കുക എന്നുള്ള തത്വമായിരിക്കണം ഇതിന് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കുന്നത്. Then use the teaching techniques that strengthen staff. Strengthen staff. സ്റ്റാഫിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല ടീച്ചിങ് ടെക്നിക്സ് ഉപയോഗിക്കുക. അതായത് നമുക്ക് ഒരു പുതിയ ഒരു സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് പ്രധാനമായിട്ടും വേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് യൂസസ് ടീച്ചിങ് ടെക്നിക്സ്, നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നതായിട്ട് സ്ട്രെങ്തൻ സ്റ്റാഫ്. സ്റ്റാഫിന്റെ സ്ട്രെങ്തൻ തന്നെയാണ്, അതൊരു ശക്തി തന്നെയാണെന്ന് പറയുന്നു. Then continuously assess the learning needs of each unit. നമുക്കറിയാം എപ്പോഴും അല്ലെ പുതിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ എപ്പോഴും എന്തെങ്കിലും
അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങൾ വരിക. ഇന്ന രീതിയിൽ കുറെ വാക്സിനേഷനും കുറെ സംഭവങ്ങളൊക്കെ ഇറക്കാം, പിന്നെ ഇന്ന രീതിയിലുള്ള പ്രോട്ടോകോളൊക്കെ പാലിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഓരോ യൂണിറ്റിലും. അതാണ് ഇവിടെ പറയുന്നത്. അതൊരു പ്രിൻസിപ്പൾ ആയിട്ട് തന്നെ പറയുന്നത്. ഒരു പ്രിൻസിപ്പൾ ആയിട്ടുള്ള തത്വമാണ് കണ്ടിന്യൂസ്ലി ആക്സസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഇനി ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്, അതായത് എംപ്ലോയീസിന്റെ ലീഡ്സ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈദഗ്ധ്യമുള്ള നല്ല കഴിവുള്ള വ്യക്തികൾക്കാണ് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയില്ല. അതാണ് ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. സ്കിൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദഗ്ധ്യക്കുറവ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് എംപ്ലോയീസ് എന്താ ചെയ്യുന്നത്, നമ്മള് എന്തെങ്കിലും കുറവുള്ളവർക്ക് കൂടുതൽ നോളജ് പകർന്നു കൊടുക്കാനായിട്ട് കഴിവുണ്ടായിരിക്കും. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം എന്താണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റിംഗ് റോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതായത് നമ്മളിങ്ങനെ ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ നടത്തുമ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ കഴിയുന്ന പറയില്ല, അവർ ഏബിൾ ആയിരിക്കും, പക്ഷെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റിയിരിക്കണം. അതേപോലെ തന്നെ നോളജും സ്കില്ലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതും ലീഡ് ചെയ്ത് നന്നായിട്ട് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. എന്തെങ്കിലും എന്താ പറയാ ടീച്ചിങ് ടെക്നിക്സിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അതെല്ലാം റോൾ ചെയ്ത്, അതായത് അവരുടെ ഒരു മേഖലയാണ്, അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, നമുക്ക് ഇതുവരെയെന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു അടുത്ത സെക്ഷനാണ് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. അത് എന്ന് പറയുന്നത് അതിന്റെ ഓരോ ഈ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മുടെ അവസാനം വരും. ഇനിയുള്ള ഭാഗം എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഈ ഹൈറാർക്കിയുടെ കുറച്ച് ഈ ഓരോ വ്യക്തികൾക്കുള്ള കുറച്ച് ഗുണങ്ങളും അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് താഴേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയുമാണ് നമുക്ക് എന്താ പറയാ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കാം, ഓക്കെ ആണോ നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം.
ഡൗട്ടുകൾ എന്തെങ്കിലും നോക്കിയാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോട്ടെ. മറ്റു ടീച്ചേഴ്സിന്റെ ഒക്കെ അതായത് കവർ ചെയ്ത് തീർന്നു തുടങ്ങിയാനെ കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഒന്നിച്ചിരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ മിസ്സായി. അത് മിസ്സായ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും എനിക്ക് ഉള്ള അവേഴ്സ് ഉള്ള പീരീഡുകളായിരുന്നു. മിക്കവാറും ഫ്രൈഡേ മൺഡേ ആണ് എനിക്ക് അവേഴ്സ് ഉള്ളത്. അപ്പൊ അത് മിക്ക ക്ലാസ്സുകൾ മിസ്സായ കൊണ്ടാണ് കൂടി ഇങ്ങനെ നിങ്ങളുടെ എന്താ പറയണ ബോറടിപ്പിച്ച് ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. വലിയ പ്രശ്നമില്ലല്ലോ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാനപ്പോ അപ്പം നമ്മള് ഇനിയിപ്പോ പഠിക്കാനുള്ളത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫംഗ്ഷൻ. ഹൈറാർക്കി എന്നുള്ളത് ശ്രേണി എന്നാണ് പറയുന്നത്. നഴ്സുമാരുടെ ഒരു നമുക്കറിയാം ഒരു ഇതിലാണെങ്കിലും ഏറ്റവും മുകളിലുള്ള സ്ഥലം, അതിനുശേഷം താഴെ, അതിനുശേഷം അങ്ങനെ അപ്പർ ലെവലിലുള്ളവര്, മിഡിൽ ലെവലിലുള്ളവര്, പിന്നെ എന്താ താഴെയൊക്കെയുള്ള ബിലോ ലെവൽ, അങ്ങനെ പറയില്ലേ. ആ ഒരു ശ്രേണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫംഗ്ഷൻസ് അവർക്കുമുണ്ട് അല്ലെ. നഴ്സിംഗ് നമുക്കറിയാം ഒരുപാട് നഴ്സുമാരെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണും. ചിലർക്ക് കുറച്ച് കൂടുതൽ പൊസിഷൻ ആയിരിക്കും, ചിലർക്ക് അതിനേക്കാൾ താഴെയുള്ള പൊസിഷനൊക്കെ ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഇതിലുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. Nursing hierarchy and functions. So the structure of organization determines the employee behavior through the effects of role, power, status, responsibilities, authority and communication. അതായത് ഇതിന്റെ ഘടന എന്ന് പറയുന്നത്, ഈ ഓർഗനൈസേഷൻ നമ്മുടെ നഴ്സിംഗിന്റെ ആ ഒരു ഘടന എന്ന് പറയുന്നത്, അത് തീരുമാനിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് എംപ്ലോയീസ് ബിഹേവിയർ ചോദ അവരുടെ ആ ഒരു രീതി നമ്മൾ എന്താ പറയുന്നത് തീരുമാനിക്കുന്ന ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. എഫക്ട് ഓഫ് റോള് അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന്റെ, പവർ അവരുടെ അധികാരത്തിന്റെ, സ്റ്റാറ്റസ് അവർക്ക് ഏത് എന്താ പറയുക ഏത് സ്റ്റാറ്റസ്, അതായത് ജോലിയുടെ ആ ലേബൽ ഉണ്ടല്ലോ, നമ്മളുടെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണോ, ഇത്രയും നേരത്തെ ഉള്ള ടീച്ചിങ് പവർ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റാറ്റസുകൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യും. നഴ്സുമാർക്കും ഉണ്ടാവും. അവർക്ക് നേരത്തെ കുട്ടികളുടെ കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസ് അവരുടെ കയ്യിലുണ്ടാവും. റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ, ചില നമുക്കറിയാം ഓപ്പറേറ്റിംഗ് റൂമിലൊക്കെ കയറുന്ന വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരായിരിക്കും. അതേപോലെ തന്നെ അതോറിറ്റി, അധികാരങ്ങൾ, അതിന്റെ കമ്മ്യൂണിക്കേഷൻസ്, അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അല്ലെ, മറ്റുള്ളവരുടെ ഇടപെടാനും അല്ലെങ്കിൽ മേലധികാരികൾ എന്ന രീതിയിൽ താഴെയുള്ളവരെ നിയന്ത്രിക്കാനൊക്കെയുള്ള പവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ശക്തി ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളുണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത് ഈ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻ ദ എംപ്ലോയീസ് ബിഹേവിയർ ത്രൂ ദ എഫക്ട് ഓഫ് റോള്, പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഹൈറാർക്കിയിൽ വരുന്ന സ്ഥാനം വരുന്നത്, എന്താണെന്ന് വരുന്നത്. Nursing is a large department in every hospital, hence it has a hierarchy as a doctor's group. അതായത് നമുക്കറിയാം ജൂനിയർ ഡോക്ടർ, സീനിയർ ഡോക്ടർ എന്നൊക്കെ പറയുന്നു. അതായത് അതുമാതിരി തന്നെ ആണ് നഴ്സിംഗിലും അങ്ങനെ കുറെ ഇതുകളുണ്ട്, ഹൈറാർക്കി സിസ്റ്റം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും മേൽത്തട്ടിലുള്ളവരും കീഴ്ത്തട്ടിലുള്ളവരും ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഇവർക്കും എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലില് എന്താണ് അവർക്കും ഹൈറാർക്കി, അതായത് മേൽത്തട്ടിലും കീഴ്ത്തട്ടിലുള്ള വ്യക്തികളുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ പ്രാധാന്യത്തിനനുസരിച്ച് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, താഴെ തരുന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് അതിന്റെ ആ വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോക്കാം. അതിൽ ഫസ്റ്റ് വേണം പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ, പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗിന്റെ ഹൈറാർക്കി അവരുടെ ശ്രേണിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. മറ്റെല്ലാത്തിനെ കൂടുതൽ ഡോക്ടേഴ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ നഴ്സിംഗ് ഫീൽഡിലുമുണ്ട് അങ്ങനെ ഒരു സിസ്റ്റം. അത് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കുള്ള നോളജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്റ്റാറ്റസ്, ഇത്ര നാളത്തെ നല്ല പോസ്റ്റ് ഡിഗ്രികളാണോ അവർക്കുള്ളത്, അങ്ങനെയുള്ള സ്റ്റാറ്റസുകളൊക്കെയാണ് അവർക്കുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവരുടെ ഹൈറാർക്കി സിസ്റ്റം, അവരുടെ ശ്രേണിയില്
ഏറ്റവും മുകളിലാണോ താഴെയാണോ എന്ന് അവരെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ. നഴ്സിംഗ് ഡയറക്ടർ ആണ് ആദ്യത്തെ ടോപ്പിൽ ഏറ്റവും മുകളിലുള്ളത്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അതിനുശേഷമാണ് ആരാ? നഴ്സിംഗ് സൂപ്പർവൈസർ. സൂപ്പർവൈസർ അതിനുശേഷമാണ് നഴ്സിംഗ് ഇൻചാർജ്. അതിനുശേഷം നഴ്സിംഗ് ഇൻചാർജ്. നമ്മൾ ട്രാൻസ്ഫർ പേഷ്യൻസിലൊക്കെ പറഞ്ഞായിരുന്നു ഇൻചാർജുള്ള നഴ്സിനെ നമ്മൾ അറിയിച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജ്. പിന്നെ സ്റ്റാഫ് നേഴ്സ്. സ്റ്റാഫ് നേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റൂമിൽ ഉണ്ടാവുന്ന നേഴ്സ്. നഴ്സിംഗ് അസിസ്റ്റന്റ്. നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പഠിച്ചിരുന്ന എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ചില പാരാമെഡിക്കൽ ആയിട്ടുള്ള കോഴ്സ് പഠിച്ച് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒക്കെ ആവശ്യകത ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നഴ്സിംഗിനെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മനസ്സിലാക്കുക. ആദ്യത്തെ നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇത്തരം കാര്യം പറഞ്ഞു. നഴ്സിംഗ് ഡയറക്ടർ എന്താണ്? ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡയറക്ടറിന്റെ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. നമുക്കറിയാം ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിയാണ് അല്ലെ? നഴ്സിംഗ് ഫീൽഡിലെ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിയാണ് എന്താണ്? നഴ്സിംഗ് ഡയറക്ടർ. It is the nursing director who provides the direction to the nursing staff and coordinate health service. അതായത് ഇദ്ദേഹമാണ് എന്താ ഡയറക്ടർ സ്ഥാനത്ത് വഹിക്കുന്ന നഴ്സിംഗ് ഡയറക്ടർ ആണ്. എന്താണ് മറ്റൊരു നഴ്സുമാർക്കൊക്കെ ഡയറക്ഷൻ അല്ലെ നേതൃത്വം കൊടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഇത്ര പേഴ്സൺസിനെ നിയമിക്കണം, ഇത്ര പേഴ്സൺസിന് അങ്ങോട്ടേക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത്, ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? ഡയറക്ടർ ആണ്. അതേപോലെ തന്നെ പറയണം കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ്. നമ്മുടെ ഹെൽത്ത് സർവീസ്, നമ്മുടെ ആരോഗ്യ ശുശ്രൂഷ പരിപാലനയെ കോർഡിനേറ്റ് ചെയ്യാമെന്ന് ഏകോപിപ്പിക്കുക. അവര് ഇത്തരത്തിലുള്ള ഏകോപന നടത്തുന്നത്. ഇന്ന മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ അവര് അണ്ടറിൽ കുടിക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പേരാണെന്ന് തോന്നുന്നു അല്ലെ? നഴ്സിംഗ് ഡയറക്ടറിന്റെ മറ്റൊരു പേരാണെന്ന് തോന്നുന്നു ഹെഡ് നഴ്സ്. നിങ്ങൾ അത് നോട്ട് ചെയ്തിരിക്കുക. It is a nursing director who provides a directive to nursing staff and coordinate health service. അവർ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏകോപിപ്പിക്കാനായിട്ട് ഉള്ള ഒരു പ്രവർത്തനം അവരാണ് ചെയ്യുന്നത്. Their duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. അപ്പൊ ഇതെന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നുണ്ട്, അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ ജോലികൾ അല്ലെ, അതെന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറയുന്നത്. സൂപ്പർവൈസിങ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്, എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, അവരുടെ മേൽനോട്ടം വഹിക്കുക. ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് റെക്കോർഡ്. അവരുടെ പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ അവരെ അവരെങ്ങനെയാണ് അവരായിട്ട് ഡീൽ ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ് റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, ബഡ്ജറ്റിംഗ് എക്സെട്ര എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെയാണ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ റെക്കോർഡ്സ് ആണെങ്കിലും അവർക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എത്രത്തോളാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്? നഴ്സിംഗ് ഡയറക്ടറിനുണ്ടെന്ന് പറയുന്നു. അറ്റ് മിനിമം ദേ റിക്വയർ co-workers or a branch or a degree in a nursing along with the at least 10 years of experience in deemed firms. അതായത് ഈ വ്യക്തിക്ക് റിക്വയർ ചെയ്യേണ്ടത്, നേടിയിരിക്കേണ്ടത് എന്ന് പറയുന്നത്, അതായത് ഡയറക്ടർ ആവാനുള്ള ഒരു ചാൻസ് വരുന്നത് എപ്പോഴാണ്? കോവർക്കേഴ്സ് അവര് ഈ ജോലിയിൽ സേവനം തുടങ്ങാനായിട്ടും എന്താണ് അറ്റ്ലീസ്റ്റ് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എന്തിനൊപ്പം ബാച്ചിലർ ഓഫ് ഡിഗ്രി നഴ്സിംഗ്, ബാച്ചിലർ ഡിഗ്രി ആയ നഴ്സിംഗിനോടൊപ്പം തന്നെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടെയുള്ള ഈ വ്യക്തികളെയാണ് നമ്മള് എന്താണ് ഡയറക്ടർ സ്ഥാനം കൊടുക്കുന്നത്. അപ്പൊ ഡയറക്ടർ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, സാധാരണ രീതിയിൽ എല്ലാവർക്കും എപ്പോഴല്ല, നമ്മൾ നഴ്സിംഗ് പഠിച്ച് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടെയൊക്കെ കിട്ടി, അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടി 10 years എക്സ്പീരിയൻസ് കൂടെയൊക്കെ കിട്ടി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കഴിവുകളൊക്കെ നോക്കും അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് ലേബിളായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർക്ക് എന്താ ഡയറക്ടർ സ്ഥാനം കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കും നഴ്സിംഗ് ഡയറക്ടറായിട്ട് അവരെ നിയമിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇവരുടെ ജോലികൾ എന്തൊക്കെയാണെന്നും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും വീട്ടിൽ പറയുന്നുണ്ട്. ടു ഡയറക്ട് ഓവർസീസ് ആൻഡ് evaluate
ഓൾ നേഴ്സിംഗ് സ്റ്റാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് അവർക്ക് ഡയറക്റ്റ് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടേക്കൊക്കെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എവാലുവേറ്റ് എന്ന് വെച്ചാൽ വിലയിരുത്തും ഓൾ നേഴ്സിംഗ് സ്റ്റാഫിനെ കുറിച്ചിട്ടും ഇന്ന കാര്യങ്ങൾ ഓക്കെയാണ്, ഇവരൊക്കെയാണ്, ഇവരാണെന്ന് പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ. എന്ന മാതിരി തന്നെ എവാലുവേഷൻ ഒക്കെ നടത്തുന്നത് അവരെ എവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്, ഒരു ഡ്യൂട്ടിയാണ്, ആരുടെ ഡയറക്ടറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. Then to guide staffing procedures, സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഗൈഡ് ചെയ്യാൻ ഇന്ന രീതിയിലാണ് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിൽ എന്തെങ്കിലും കളക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി അവരുടെ പ്രൊസീജിയേഴ്സ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് ഉള്ള ഡ്യൂട്ടി ആർക്കാണ്. You set a long term goal for the ensuring department. ലോങ് ടൈം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന് ഇന്ന അത്രയും ബെഡുകൾ അവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത്രയും പേഷ്യൻസിനെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം കാര്യം, അങ്ങനെയൊക്കെ നമ്മള് ലോങ് ടൈം ആയിട്ടുള്ള ഒരു എയിം ഉണ്ടാക്കുന്നത് ആരാണ്, ഡയറക്ടറാണ്. Then arrange and coordinate admission, nursing and patient care ചെയ്തു. അതായത് ഇപ്പൊ അഡ്മിഷൻ കോർഡിനേറ്റ് ചെയ്ത് ഇത്രത്തോളം പേഷ്യൻസിനൊക്കെ ഓക്കെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാലോ എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇവരാണ് ഓക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഡയറക്ടറാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഏകോപിപ്പിക്കുന്നതും ആര് തന്നെയാണ്, ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. ഇപ്പൊ നഴ്സുമാരെ ആണെങ്കിലും പേഷ്യൻസിന്റെ കെയർ ഒക്കെ ആണെങ്കിലും പ്രൊസീജിയേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആര് തന്നെയാണ്, ഡയറക്ടറാണ്. Then settle issues and problems of both the departmental issues and patients issues. കേസ് നമുക്കറിയാലോ ഹോസ്പിറ്റലാണെങ്കിലും ചില പ്ലേസ് സമയങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ ആ ഹോസ്പിറ്റലിലെ ആ ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്തായിരിക്കാം. അതല്ലെങ്കിൽ പേഷ്യൻസ് തമ്മിൽ എന്താ പറയുക, പേഷ്യൻസിന്റെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളതായിരിക്കാം. അങ്ങനെ എന്ത് തന്നെ ഇഷ്യൂസ് വന്നാലും എന്താണ് നമ്മുടെ ഡയറക്ടർമാർക്ക് അതിലൊരു മുഖ്യ റോളുണ്ട് സെറ്റിൽ ചെയ്യാനായിട്ട് അല്ലെ, നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു റോള് ആർക്കുണ്ട്, നഴ്സിംഗ് ഡയറക്ടർക്കുണ്ട്. Then report to upper management. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിലെ മിക്കവാറും ചിലപ്പോൾ ഒരു മാനേജ്മെന്റിന്റെ കീഴിലായിരിക്കും ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് ഏറ്റവും ചെയ്യുന്നവർക്ക് അതിന് മേലെ ഹൈറാർക്കി ഉണ്ട്, അതായത് മാനേജ്മെന്റ് ഉണ്ട്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തകരുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാവും. അതെല്ലാം എന്താണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചതിൽ എന്താണ് നഴ്സിംഗ് ഹൈറാർക്കി ഫങ്ഷൻസ് ആണ്. അതിന്റെ കുറച്ച് മേഖലകൾ നമ്മൾ പറഞ്ഞു. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു. പിന്നെ അതിലെ ഫസ്റ്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ, നഴ്സിംഗ് ഡയറക്ടറിനെ കുറിച്ച്. പിന്നെ നമ്മൾ അതിലെ ആ വ്യക്തിയുടെ കാര്യങ്ങളും കുറച്ച് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഓരോ വ്യക്തിയും അവർക്ക് ആവശ്യമുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓരോ വ്യക്തികൾക്കുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ പോർഷൻസ് തീരും. എന്തായാലും ഈ ഒരു മാറ്ററിനെ കുറിച്ചിട്ട് തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും തന്നെയാണ് തോന്നുന്നത്. എന്തെങ്കിലും ഇതുവരെ ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചു പോക്കോളൂ. അപ്പോ എന്തെങ്കിലും ഇപ്പോഴത്തെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മിക്കവാറും നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ടെങ്കിലും നമുക്ക് എന്താ പറയാ നമ്മുടെ ലേബർ റൂം കുറച്ചുണ്ട്. വലിയ പ്രശ്നമില്ലാത്തൊരു മേഖലയാണ്. ഇനിയുള്ള നഴ്സിംഗിന്റെ മേഖലയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതൊക്കെ ചെയ്യാൻ സാധിക്കും. നല്ല ക്ലാസ് വരുന്നത് 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഇന്ന് എനിക്ക് 3 hours മിസ്സിന്റെ മറ്റേ ക്ലാസ്സിൽ എടുത്ത് തീരാനുള്ളത് കൊണ്ടും എനിക്ക് ഈ ക്ലാസ്സും വേണ്ടിയത് കൊണ്ടും അങ്ങനെ ചെയ്തതാണ്. അപ്പോ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ല എങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ കുട്ടികളുടെ എണ്ണത്തിൽ കണ്ടിന്യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്തായാലും ഞാനൊന്ന് ഇത് ചെയ്യാം.
നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ചാപ്റ്ററും നിങ്ങൾ എടുത്തു വെക്കണേ. ലേബർ റൂം ആണ്. ആരോ ചാപ്റ്ററിന്റെ നമ്പർ ഇട്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒന്നുകൂടി ഷെയർ ചെയ്യാമോ? ആ നമ്പർ അറിയാവുന്നത്, ലേബർ റൂമിന്റെ നമ്പർ. ഏത് ചാപ്റ്റർ ആണെന്ന് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? ലേബർ റൂം ചാപ്റ്റർ 29 മാം. ലേബർ റൂം ചാപ്റ്റർ 29 നിങ്ങളത് എടുത്തു വെക്കണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ചാപ്റ്റർ 29 കൂടി നോക്കാം. ഇനി ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ കൂടെ എടുത്തോട്ടെ. വേസ്റ്റ് ആക്കണ്ടല്ലോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല? കണ്ടിന്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കട്ടോ. എന്തെങ്കിലും നമ്മളെല്ലാം സാധാരണ വ്യത്യസ്തമായിട്ട് ഒരു വേസ്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് കൂടുതലായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണ് ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ. ഒരുപാട് അടുത്ത് പോയി കഴിഞ്ഞാൽ നഴ്സിംഗ് ഡയറക്ടർ ഒന്നും കൂടി പറയാമെന്ന് ചോദിക്കുന്നത്. പറയാമോ? It is the nursing director who provides the direction. ഓക്കെ, നേഴ്സിംഗ് ഡയറക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് പ്രധാനപ്പെട്ട ഏറ്റവും മേലധികാരിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നഴ്സിംഗ് എന്ന ഹൈറാർക്കിയിലെ ഏറ്റവും മേലധികാരിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നേഴ്സിംഗ് ഡയറക്ടർ ആണ്. അപ്പൊ അദ്ദേഹം എന്താണ് നമ്മള് സർവീസിനെ ഡയറക്ട് ചെയ്യുന്നത്. അതായത് ഇന്ന സ്റ്റാഫുകൾ, ഇത്രയും സ്റ്റാഫുകൾ ആ ഡിപ്പാർട്ട്മെന്റിൽ മതി, ഐസിയിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അങ്ങനെ ഓരോ ഇതിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടേക്ക് ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഒപ്പം തന്നെ കോർഡിനേറ്റ് ചെയ്യുക. പലതരത്തിലുള്ള നഴ്സുമാരുടെ ആവശ്യകത ഉണ്ടാവും ഹോസ്പിറ്റലിൽ. അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തതിനെ ഏകോപിപ്പിക്കുക. എല്ലാ തരത്തിലുള്ള വ്യക്തികൾ, എല്ലാ നഴ്സുമാരെ ഏകോപിപ്പിക്കേണ്ട ഒരു പ്രോസസ്സിംഗ് ഫംഗ്ഷൻ നടത്തുന്നതും ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഡ്യൂട്ടീസ് കൺസിസ്റ്റ് സൂപ്പർവൈസിങ് ഓൺ നഴ്സിംഗ് സ്റ്റാഫ്. ഇതെല്ലാം അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി പറയുന്ന കാര്യം തന്നെയാണ് അതിൽ പറയുന്നത്. എന്താ പറയുന്നത്? സൂപ്പർവൈസിങ്, അവരെയൊക്കെ സൂപ്പർ ഇടയ്ക്ക് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ എന്താണ് നഴ്സിംഗ് ഡയറക്ടർ നഴ്സ് വരുമ്പോൾ ആ വ്യക്തികൾക്ക് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ വിജിലൻസ് വരും എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇൻസ്പെക്ഷൻ വരും എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഇവര് സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പൊ അവര് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യൻസ്, കെയർ, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, അവരുടെ പേഷ്യൻസിനൊക്കെ നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയുന്ന രീതിയിലാണ് ഹോസ്പിറ്റലിന്റെ വിനിയോഗിക്കുന്നത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു അന്വേഷണം സൂപ്പർവൈസിംഗ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതേപോലെ തന്നെ പറയുന്നത് മിനിമം കിന്റെ കോ വർക്കേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഓർ ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള എല്ലാവർക്കും ഡയറക്ടർ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കില്ല. ഇവർക്ക് എന്താണ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ എന്താണ് 10 വർഷത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് 10 years എക്സ്പീരിയൻസ് ഈ തരത്തിലുള്ള ജോലി ചെയ്തതിന്റെ കോ വർക്കേഴ്സ്, ഈ വർക്കേഴ്സിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സിനോടൊപ്പം തന്നെ ജോലി ചെയ്ത ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഇവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്ന അതിന്റെ ഡ്യൂട്ടീസ് പറയണമെന്നുണ്ടോ? ഡ്യൂട്ടീസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടു ഡയറക്ട് ഓവർസീസ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരെയൊക്കെ പരീക്ഷ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിലയിരുത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കൂടിയുള്ള ഡയറക്ഷൻ നടത്തുക. ദെൻ ഗൈഡ് സ്റ്റാഫ് പ്രൊസീജിയേഴ്സ്, അവരുടെ ഗൈഡായിട്ട് നിലനിർത്തുക. അതായത് എന്തെങ്കിലും അഡ്വൈസ് ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യാതെ പഠിക്കാതെ തന്നെ ഒരു ഗൈഡിങ് സ്റ്റാഫായിട്ട് നിലകൊള്ളുക. പിന്നെ ലോങ് ടേം ഗോള്, ഒരു നീണ്ട എയിമോട് കൂടി അല്ലെ നല്ല രീതിയിൽ
പ്രവർത്തിച്ചുകൊണ്ട് പോകും. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ദോഷമൊന്നും വരുത്തില്ല എന്നൊക്കെ ആരെയും ഗോളായിട്ട് എടുക്കുക. പിന്നെ അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, അവരുടെ നഴ്സുമാർക്കുള്ള എല്ലാവരെയും യോജിക്കാനുള്ളതും അതേപോലെ അഡ്മിഷൻ പ്രോസസ്സിംഗ് ഒക്കെ എല്ലാവരും അറേഞ്ച് ചെയ്യുക. സെറ്റിൽ ഇഷ്യൂസ് പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യുക. റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റിനൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും നല്ല കൃത്യമായി തന്നെ കൊടുക്കുക. ഇതെല്ലാം എന്താണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ്. ക്ലിയർ ആയോ? ാണോ? ആരെ ചോദിച്ചാൽ പോയ നേരിന്റെ ഡയറക്ടറിന്റെ. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു.